നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അക്ഷയ് പ്രേമാനന്ദ്. ഞാൻ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ ഡെൻറ്റിസ്റ്റാണ്. ഇന്ന് മാർച്ച് 20 വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ ആണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു അവെയർനെസ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വായിൽ കണ്ടുവരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖത്തെ പറ്റി തന്നെ സംസാരിക്കാം. ഡെൻറ്റൽ കേവീസ് അഥവാ പല്ലിന് കേട് വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, നമ്മുടെ ബ്രഷിംഗ് ആണ്. പക്ഷേ ബ്രഷിംഗ് ഒരു നേരമല്ല 2 നേരം മസ്റ്റായിട്ട് ചെയ്യണം. അപ്പം പ്രത്യേകിച്ച് രാവിലത്തേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് രാത്രി ബ്രഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. പിന്നെ രണ്ടാമതായിട്ടാണ് ഫ്ലോസിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് ബ്രഷിങ്ങിലൂടെ മാറണം എന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഫ്ലോസിംഗ് കൂടി ചെയ്യേണ്ടതാണ്. പിന്നെയുള്ളതാണ് ഡയറ്റാണ്. പിന്നെ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ സ്റ്റിക്കി ഫുഡ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഇതൊക്കെ നമ്മുടെ പല്ലിന് ദോഷം ചെയ്യും. അപ്പോൾ ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 6 months കൂടുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. കാരണം പലരും നമ്മുടെ അടുത്ത് വരുന്നത് പല വേദനയായിട്ടൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ നമുക്ക് റൂട്ട് കനാലോ അല്ലെങ്കിൽ പല എടുത്തു കളയേണ്ട പോലത്തെ അവസ്ഥയിലേക്ക് പോകുന്നതാണ്. അപ്പം ഓരോ 6 മാസം കൂടുമ്പോൾ നമ്മൾ ഡെൻറ്റിസ്റ്റിനെ കാണുമ്പോൾ ചെറിയ ഇനിഷ്യൽ കേസൊക്കെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും. അത് നോർമൽ ഫില്ലിങ്ങിലൂടെ നമുക്ക് ആ കാറ്റീസ് റിമൂവ് ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ പല്ലിൻ്റെ കേടുകൾ തടയാവുന്നതാണ്.